ഒരു സ്ത്രീ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയ ഒക്കെ ആ പരാതിക്കാരിക്കൊപ്പം നിന്ന് അത് ഇരയായി കണക്ക് കൂട്ടി അവരെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന കഥയാണ് നിലവിൽ കണ്ടുവരുന്നത്. എന്നാൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കണ്ടുവരുന്നത്. അതായത് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ, ഒരു സിനിമാ നടനെ, BJPയുടെ പ്രഗത്ഭനായ ഒരു പ്രവർത്തകനെ, ഒരു ചാരിറ്റി പ്രവർത്തകനെ ഒരു പീഡന കേസ് തലയിലെടുത്ത് വെച്ച് കേസ് കൊടുത്തുകൊണ്ട് അകത്താക്കാൻ ശ്രമിക്കുമ്പോൾ, അതിന് ഒരു പത്രപ്രവർത്തകർ തന്നെ നേതൃത്വം കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടർ ഇരയാണ് എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അവരോടൊപ്പം നിന്നേനെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഒരു പൊതു ഇടത്തിൽ 10-20 ക്യാമറകൾക്ക് മുന്നിൽ, 10-20 റിപ്പോർട്ടർമാർക്ക് മുന്നിൽ പരസ്യമായി ഒരു പത്രപ്രവർത്തകയെ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി കയറിപ്പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അത് ലോകം മുഴുവൻ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ആ പ്രതിക്ക് എതിരെ ജനം തിരിയാത്തത്? 10-20 പേരുടെ ക്യാമറകൾക്ക് മുന്നിൽ പരസ്യമായി തന്നോട് ചോദ്യം ചോദിച്ച ഒരു പത്രപ്രവർത്തകയെ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി അതിക്രമിച്ച് കടന്നു പിടിച്ചു പലവട്ടം. അത് കേരളത്തിലെ മുഴുവൻ ജനവും കണ്ടതാണ്, മലയാളികളെല്ലാം കണ്ടതാണ്. ഒരു പക്ഷേ മറ്റ് ചാനലുകളും അത് വാർത്തകൾ വന്നതാണ്, സുരേഷ് ഗോപി എന്ന ഒരു നടനായതുകൊണ്ട്. ഇത്രയും വ്യക്തമായ ഒരു തെളിവുണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന പ്രതിക്കെതിരെ ജനം തിരിയുന്നതിന് പകരം പരാതിക്കാരിക്കെതിരെ തിരിയുന്നത്? ഇവിടെ പരാതിക്കാരിയെ ചിത്രത്തിലേ ഇല്ല. ആ പരാതി കൊണ്ടുപോകുന്നത് ഇവിടുത്തെ CPM നേതൃത്വമാണ്, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമാണ്. അതിന് കൂടെ നിന്ന് കൊടുക്കേണ്ട ഗതികേടിലാണ് പോലീസ്. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഇതൊരു പരാതിക്കാരിയുടെ വിഷയമാണ്. സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാൽ, നമ്മൾ കണ്ടതാണ്, അബിഗൽ സാറെ കൊല്ലത്ത് ഓയൂരിൽ നിന്ന് കാണാതെ പോയപ്പോൾ അന്ന് മലയാളക്കാരെ ഉറങ്ങിയിട്ടില്ല ആ കുട്ടിയെ തിരിച്ചു കിട്ടുന്നത് വരെ. സോഷ്യൽ മീഡിയയും മറ്റു മീഡിയകളും ഒക്കെ അതിൻ്റെ പിന്നാലെയായിരുന്നു. കാരണം അത്രത്തോളം ഒരു മാനസിക സംഘർഷം കേരള ജനതയ്ക്കുണ്ടായിരുന്നു. ഇവിടെ പരസ്യമായി 4 ആൾ കാണുക പീഡിപ്പിക്കപ്പെട്ട ഒരു പരാതിക്കാരി, ഒരു ഇര, ആ ഇരയ്ക്ക് അനുകൂലമായി ഇവിടുത്തെ മീഡിയകൾ, സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തുകൊണ്ട് നിൽക്കുന്നില്ല? ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള സഖാക്കളായിട്ടുള്ള സൈബർ സഖാക്കളുടെ സൈറ്റുകളുടെ കാര്യമല്ല പറയുന്നത്, അവർ മാത്രമല്ലല്ലോ ഇവിടെ. അതുപോലെ കേരളത്തിൽ നടന്നിട്ടുള്ള, ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല സന്ദർഭങ്ങളിലും സമാനമായ കേസുകളിലും ഒക്കെ ഇരയ്ക്കൊപ്പമാണ് ജനം നിന്നിട്ടുള്ളത്. പീഡന കേസിലെ പ്രതിയെ വെറുതെ വിട്ടപ്പോഴും ആ പ്രതിയെ പുനർവിചാരണ നടത്തി അന്വേഷണം നടത്തി കുറ്റവാളിയാണെന്ന് കണ്ട് ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കണ്ടത്. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഈ റിപ്പോർട്ടർക്ക് അനുകൂലമായി അല്ലെങ്കിൽ അവരുടെ പക്ഷം ചേർന്നുകൊണ്ട് അവരാണ് ഇര എന്ന് പറഞ്ഞുകൊണ്ട് കേരള ജനത നിൽക്കുന്നില്ല? അങ്ങനെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ആ യാഥാർത്ഥ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പറഞ്ഞ റിപ്പോർട്ടർ, മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർ ഇനി അനുഭവിക്കും എന്ന് പറഞ്ഞത്. ഇതുവരെ അനുഭവിച്ചത് കണക്കല്ല. നിലവിലത്തെ അവസ്ഥയിൽ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ടുണ്ട്. കാരണം ഇത് ഒരു കള്ളപ്പരാതിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി കൊടുക്കേണ്ടി വന്ന ഒരു പരാതിയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഭീഷണിയുടെ പുറത്ത് കൊടുക്കേണ്ടി വന്ന ഒരു പരാതിയാണ്. പിന്നെ അതിനെ സംബന്ധിച്ച് വിശദീകരണങ്ങളും കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഗതികേടിന് അതിനൊപ്പം നിൽക്കേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ഈ പരാതി പുതുക്കാനോ കൂടുതൽ വലിയ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനോ നിലവിൽ പരാതിക്കാരിക്ക് താല്പര്യമുണ്ടാവില്ല. പക്ഷേ CPM എന്ന പാർട്ടിക്ക് ഇവിടെ താല്പര്യമുണ്ട്. എന്തുകൊണ്ടോ കേരളത്തിലെ നിരവധി കുട്ടികൾ, അതാണ് പെണ്ണുമായിട്ടുള്ള കുട്ടികൾ, കാണാതെ പോകുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ, അതുപോലെ മറ്റ് രീതിയിൽ കഷ്ടപ്പെടുന്നവരൊക്കെ, നഷ്ടപ്പെടുന്നവരൊക്കെ, അവരോടൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു കരുതൽ എന്തുകൊണ്ടാണ് ഈ മീഡിയ പ്രവർത്തകർക്കെതിരെ ഉള്ളത് എന്ന് സഖാവ് പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടതാണ്. എന്ത് പ്രത്യേകതയാണ് ഇവർക്കുള്ളത് എന്ന്. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ വ്യക്തിപരമായി താറടിച്ചുകൊണ്ട് ഈ ഇലക്ഷനിൽ നിന്നും വരുന്ന പ്രോഗ്രാമുകളിൽ നിന്നും ഒക്കെ മാറ്റി നിർത്താൻ വേണ്ടി നടത്തുന്ന ആസൂത്രിത നാടകമാണ് എന്ന് മാമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിന് തലവെച്ച് കൊടുക്കുന്ന, പരാതി കൊടുക്കാൻ വേണ്ടി തലവെച്ച് കൊടുക്കുന്ന ഒരു മീഡിയ പ്രവർത്തക, ഒരു മാധ്യമ പ്രവർത്തക, അതിൻ്റെ മാനസിക നില ഇപ്പോൾ എന്താണ് എന്ന് ഇങ്ങനെ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുപോകുന്ന ഈ പറഞ്ഞ സഖാക്കളും മറ്റുള്ളവരും അറിയുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. യഥാർത്ഥത്തിൽ ഈ കേസ് ഒന്നും കൂടി വഷളായി സുരേഷ് ഗോപി ജാമ്യം എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇതുവരെ അനുഭവിക്കുന്ന മാനസിക സംഘർഷമോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സന്ദർഭമോ ആയിരിക്കില്ല ഇനി പരാതിക്കാരെ കാത്തിരിക്കുന്നത്.
പ്രത്യേകിച്ച് പരാതിക്കാരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഇരയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ സഹായിക്കാൻ ആരും തന്നെ ഇവിടെ ഇല്ല എന്നത് തന്നെ അതൊരു കള്ളപ്പരാതിയാണ്. ഇവിടെ ശരിക്ക് ഇര പ്രതി ചേർക്കപ്പെട്ടവനാണ്, അവനാണ് നീതി കിട്ടേണ്ടത് എന്ന് ജനം തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇതിൽ വാദിയെ ഒറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ ഒരു കുറ്റബോധവും ആ ഒരു അപകർഷതാബോധവും അതുപോലെ മറ്റുള്ളവരുടെ അവഗണനയും ഇനി പരാതിക്കാരിക്ക് കൂടി കൂടി വരും. കേസ് ഒരു പക്ഷേ ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ തീർന്നേക്കും. പക്ഷേ ജീവിതം അങ്ങനെ അവസാനിച്ചു കൊള്ളണമെന്നില്ല. ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കള്ളപ്പരാതിയും അതും ധാരാളം സാധാരണക്കാരുടെ കണ്ണീരൊപ്പുന്ന ഒരു ചാരിറ്റി പ്രവർത്തകനെ, മലയാള സിനിമാ രംഗത്തെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വത്തെ, സർവോപരി സാധാരണക്കാരനായ ഒരു വ്യക്തി സുരേഷ് ഗോപിയെ ഇങ്ങനെ താറടിച്ച് കാണിക്കുന്നതിന് തീർച്ചയായും നാളെ മറുപടി പറയേണ്ടി തന്നെ വരും.